പാസീവ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ആക്റ്റീവ് ടെൻസ് അറിയാമെങ്കിൽ പാസീവ് ടെൻസ് ഈസി ആയിട്ട് അറിയാം. ഇവിടെ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി എന്നത്. അവൻ പാടി എന്നല്ല. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ അവനെ അഡ്മിറ്റ് ചെയ്തു, അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, അവനെ പ്രൊമോട്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ പാസീവ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവനെ കൺഫ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അതിലെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ അതിലെല്ലാം വേർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. തേർഡ് ഫോം, മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അവനെ അഡ്മിറ്റ് ആക്കി എന്ന് പറയുമ്പോൾ ഹി ഈസ് ഡു ഡസിലൂടെ ആമീസാറിലാണ് തുടങ്ങുന്നത്. സിമ്പിൾ ടെൻസ് വരട്ടെ, അതിനെ സൗണ്ട് വരും. സിമ്പിൾ ടെൻസ് തന്നെ ആമീസാറാണ് തുടങ്ങുന്നത്. അപ്പം ഹി ഈസ് അഡ്മിറ്റഡ്, ഹി വാസ് അഡ്മിറ്റഡ്, ഹി വിൽ ബി അഡ്മിറ്റഡ്. അതായത് അവൻ അഡ്മിറ്റ് ആക്കപ്പെട്ടു, അവൻ അഡ്മിറ്റ് ആക്കപ്പെട്ടായിരുന്നു, അവൻ അഡ്മിറ്റ് ആക്കപ്പെട്ടു. അടുത്ത ING ഫോമിന് നമുക്ക് വേർബിന്റെ തേർഡ് ഫോം ആണ് അതിൻ്റെ കൂടെ ബീയിങ് ഉപയോഗിക്കുക. ഹീസ് ബീയിങ് അഡ്മിറ്റഡ്, അവൻ അഡ്മിറ്റ് ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്പോൾ പേഷ്യന്റിനെ ഇവരിങ്ങനെ അഡ്മിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ലൊക്കെ എഴുതിയിട്ട് അഡ്മിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, പൈസ ഒക്കെ മേടിച്ചിട്ട് ഡിസ്ചാർജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീസ് ബീയിങ് ഡിസ്ചാർജ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പാസ്റ്റ് ഹി വാസ് ബീയിങ് ഡിസ്ചാർജ്ഡ്, ഫ്യൂച്ചറില്ല. പെർഫെക്റ്റ് ടെൻസിന്റെ അതിൽ ഒരു ബീനും കൂടെ ചേർക്കണം. ഹി ഹാസ് അഡ്മിറ്റഡ് അല്ല, ഹി ഹാസ് ബീൻ അഡ്മിറ്റഡ്. അവൻ ഇപ്പൊ അഡ്മിറ്റ് ആക്കപ്പെട്ടു. ഹി ഹാഡ് ബീൻ അഡ്മിറ്റഡ്, മുമ്പ് അഡ്മിറ്റ് ആക്കപ്പെട്ടായിരുന്നു. ഹി വിൽ ഹാവ് ബീൻ അഡ്മിറ്റഡ്, ഫ്യൂച്ചറിൽ അഡ്മിറ്റ് ആക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ പാസീവ് ടെൻസ്. അതാ പറഞ്ഞ ആക്റ്റീവ് പറയുമെങ്കിൽ പാസീവ് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇതിന്റെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഇതിന്റെ ഇൻഫോർമൽ ഉണ്ട്. മനസ്സ് കേട്ടിട്ടുണ്ടോ? ഐ ഗോട്ട് പ്രൊമോട്ടഡ്, I got discharged, he got discharged. I got promoted. കേട്ടിട്ടുണ്ട്? അത് ആക്ച്വലി ഐ വാസ് പ്രൊമോട്ടഡ് എന്നാണ്. ഐ ആം പ്രൊമോട്ടഡ്, ഐ വാസ് പ്രൊമോട്ടഡ്, ഐ വിൽ ബി പ്രൊമോട്ടഡ്. അതിന് വരെ നമുക്ക് ഗെറ്റ് ഉപയോഗിച്ചിട്ട് വേർബിന്റെ ഫോം പാസീവ് ഉണ്ടാക്കാൻ പറ്റും, ഗെറ്റ് ഉപയോഗിച്ചിട്ട്. എക്സാമ്പിൾ, ഹി ഗെറ്റ്സ് അഡ്മിറ്റഡ്, പാസ്റ്റ് എന്തായിരിക്കും? He got admitted. ഫ്യൂച്ചർ എന്താണ്? He will get admitted. He gets admitted. അടുത്തത് ബീയിങ് എന്നുള്ളതിന് ഗെറ്റിംഗ് എന്ന് പറയാം. ഹീസ് ബീയിങ് അഡ്മിറ്റഡ് എന്നുള്ളതിന് എന്ത് പറയാൻ പറ്റും? ഗെറ്റിംഗ് അഡ്മിറ്റഡ്, ഹീസ് ഗെറ്റിംഗ് അഡ്മിറ്റഡ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഹി വാസ് ഗെറ്റിംഗ് അഡ്മിറ്റഡ് എന്നുള്ളതിന് വരെ, ഹി വാസ് ബീയിങ് അഡ്മിറ്റഡ് എന്നുള്ളതിന് വരെ ഹി വാസ് ഗെറ്റിംഗ് അഡ്മിറ്റഡ്. ഫ്യൂച്ചർ ഉണ്ടാക്കി ഹി വിൽ ബി ഗെറ്റിംഗ് അഡ്മിറ്റഡ്. അടുത്തത് അവിടെ ഹീയുടെ പകരം ഐ ആണെങ്കിൽ ഗെറ്റ് അല്ലേ? ഐ ഗെറ്റ് അഡ്മിറ്റഡ്. യെസ്, ഡു വരും. ഐ ഗെറ്റ് അഡ്മിറ്റഡ് അത് ഈ ആക്റ്റീവ് ടെൻസ് പോലെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ പാസീവ് ടെൻസിന്റെ മീനിങ് ആണ് വരുന്നത് ഈ ഗെറ്റ് വെച്ച് ചെയ്യുമ്പോൾ. ഐ ഗെറ്റ് അഡ്മിറ്റഡ്, ഐ ഗോട്ട് അഡ്മിറ്റഡ്, ഐ വിൽ ഗെറ്റ് അഡ്മിറ്റഡ്, ഐ ആം ഗെറ്റിംഗ് അഡ്മിറ്റഡ്, ഐ വാസ് ഗെറ്റിംഗ് അഡ്മിറ്റഡ്, ഐ വിൽ ബി ഗെറ്റിംഗ് അഡ്മിറ്റഡ്, ഐ ഹാവ് ഗോട്ട് അഡ്മിറ്റഡ്. ഗെറ്റ് ഗോട്ട് ബീൻ എന്നുള്ളതിന് വരെ ഗോട്ട് ഉപയോഗിക്കും. ഗെറ്റ് ഗോട്ട്. ഐ ഹാവ് ഗോട്ട് അഡ്മിറ്റഡ്, I had got admitted, I will have got admitted. That's it. When a perfect continuous tense പറയാം, I have been getting admitted, I had been getting admitted, I will have been getting admitted. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഞാൻ ഇറിറ്റേറ്റ് ആക്കപ്പെട്ടു. ഐ ആം ഇറിറ്റേറ്റഡ്, പാസീവ് ആണ്. ഞാൻ ആരാണ്ട് ഇറിറ്റേറ്റ് ചെയ്തതല്ല. ഐ ഇറിറ്റേറ്റഡ്, ഞാനിപ്പോ ഷെൽജ ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഐ ഇറിറ്റേറ്റഡ് ഷെൽജ അല്ലേ? അത് ആക്റ്റീവ് ആണ്. അതേസമയം ഞാൻ ഇറിറ്റേറ്റ് ആകപ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ഇറിറ്റേറ്റഡ്. ഒന്ന് ആക്റ്റീവ്, ഒന്ന് പാസീവ് ആണ്. ഐ ആം ഇറിറ്റേറ്റഡ്. ഞാൻ ടയേർഡ് ആയി എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ടയേർഡ്. അതും പാസീവ് ആണ്. ഞാൻ ആരെന്റെ ടയർ ചെയ്തല്ല. ഇത് സിമ്പിൾ ടെൻസ് ആ പറഞ്ഞത്. ഐ ഇറിറ്റേറ്റഡ് സിമ്പിൾ ടെൻസ് ആക്റ്റീവ്. ഐ ആം ഇറിറ്റേറ്റഡ് പാസീവില് സിമ്പിൾ ടെൻസ്. I am irritated someone. Adu eda active. eda I irritated എന്നെ പറ്റി പറയുന്നു, ഞാൻ പ്രവൃത്തി ചെയ്തു, ആക്റ്റീവ് ആണ്. ഐ ആം ഇറിറ്റേറ്റഡ് എന്നെ പറ്റി പറഞ്ഞു, ഞാൻ ഇറിറ്റേറ്റ് ആകപ്പെട്ടത്, ഞാനല്ല ചെയ്തത്, എന്നോടാണ് ചെയ്തത്. ഐ ആം കൺഫ്യൂസ്ഡ്, ഞാൻ കൺഫ്യൂസ് ആക്കപ്പെട്ടു. ഞാൻ ആരാണ്ടെ കൺഫ്യൂസ് ചെയ്താണോ? ഇല്ല, ഞാനാണ് ആക്കപ്പെട്ടത്. അപ്പൊ ആ പാസീവ് ആണ്. ഞാനാണ് ചെയ്തതെങ്കിൽ ഐ കൺഫ്യൂസ്ഡ് ഷെൽജ, ഞാൻ ഷെൽജയെ കൺഫ്യൂസ് ചെയ്തു, അത് ആക്റ്റീവ് ആണ്. ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഐ ആം കൺഫ്യൂസ്ഡ്, പാസീവ്. ഇത് ഭയങ്കര ഗുണകരമാണ്. സംസാരിക്കുമ്പോൾ നമ്മുടെ വലത്തെ കൈ ഇടത്തെ കൈ എന്നിട്ട് നമ്മൾ കാര്യം പ്രവൃത്തി എന്ന പോലെയാണ് ആക്റ്റീവ് പാസീവ്. സ്ലോലി നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിക്കൊണ്ട്. ചെറിയൊരു ഐഡിയ കിട്ടിയോ ആർക്ക്?
ഷെൽജ കിട്ടിയോ? മനസ്സിലായോ എന്തുവാ പാസീവ്? ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് പാസീവ്. വളരെ യൂസ്ഫുൾ ആണ്, എസ്പെഷ്യലി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുമ്പോൾ. ഐ എം സോ സർപ്രൈസ്ഡ് ടു സീ യു ടുഡേ. എന്തോ ടെൻസ് എന്തോ? ഐ ആം സർപ്രൈസ്ഡ്. ഞാൻ സർപ്രൈസ് ചെയ്തെന്നാണോ ഞാൻ സർപ്രൈസ് ആകപ്പെട്ടു എന്നാണ്? ആക്കപ്പെട്ടു. യെസ്. ഞാൻ ഐ എം സോ സർപ്രൈസ്ഡ് ടു സീ യു ടുഡേ. ഞാൻ ഒത്തിരി സർപ്രൈസ്ഡ് ആണ് നിന്നെ കണ്ടതിൽ. കണ്ടോ? നല്ല സെന്റൻസ് അല്ലേ? പക്ഷെ പാസീവ് ആണ്. That's it. I was told not to go there. എന്തോ? I was told. എന്നോട് പറഞ്ഞു. ഞാനാണോ പറഞ്ഞു? I told ആണോ? ഇല്ല, എന്നോട് പറഞ്ഞു. I was told not to go there. എന്നോട് പറഞ്ഞു അവിടെ പോകല്ലോ. ലെനു, എന്തൊക്കെയും വിമാനം മേളിൽ കൂടെ പോയ പോലായിരിക്കും പോയത് അല്ലേ? അത് വീണ്ടും പറയാം, നോ പ്രോബ്ലം. അതായത് പാസീവ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണകരമായിട്ടുള്ളതാണ്. മലയാളത്തിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു, അവനെ അഡ്മിറ്റ് ചെയ്തു, അവനെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുന്നില്ലേ, ആ സാധനമാണ്. അവനെ ഡിസ്ചാർജ് ചെയ്തെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫോർമേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ഡിസ്ചാർജ്ഡ്. അവനെ ഡിസ്ചാർജ് ആക്കിയായിരുന്നു, ഹി വാസ് ഡിസ്ചാർജ്ഡ്. അവനെ ഡിസ്ചാർജ് ആക്കും, ഹി വിൽ ബി ഡിസ്ചാർജ്. അവനെ ഇപ്പൊ ഡിസ്ചാർജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബീയിങ് ഉപയോഗിക്കണം. ഹി ഈസ് മേളിലുള്ളതിൻ്റെ കൂടെ ഒരു ബീയിങ് കൂടെ ചേർക്കുക. ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ്, ഹി വാസ് ബീയിങ് ഡിസ്ചാർജ്. ഫ്യൂച്ചറില്ല. പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഹി ഹാസ് ബീൻ. ബീൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. ഇവ തന്നെ ഹി ഹാസ് കിൽഡ് എന്ന് പറഞ്ഞാൽ അവൻ കൊന്നതാണ്, ഹി ഹാസ് ബീൻ കിൽഡ് എന്ന് പറഞ്ഞാൽ അവനെ കൊന്നതാണ്. വാദി പ്രതിയായി പോയി. അവര് ക്ലാസ്സില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെന്നുള്ളതപ്പോ അവര് ക്ലാസ്സിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെന്നുള്ളതപ്പോ ബീയിങ് വെച്ചിട്ടാണ് പറയുന്നത്. അത് ആക്റ്റീവില് ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ ക്ലാസ്. അത് അവരെ അല്ല ചെയ്യുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആക്റ്റീവാണ്. പാസീവിലും ബീയിങ് ഉണ്ട്, ആക്റ്റീവിലും ബീയിങ് ഉണ്ട്. ആക്റ്റീവിൽ ബീയിങ് ഉള്ളത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാസീവിലുള്ളത് എന്തോ? ഹി ഈസ് ബീയിങ് അഡ്മിറ്റഡ്, അവനെ അഡ്മിറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. യെസ്, ദാറ്റ്സ് എ ഡിഫറൻസ്. ഗൈസ് ആസ്ക് മീ ഔട്ട്. നിങ്ങൾക്ക് ഇതിന്റെ സംശയങ്ങൾ വരേണ്ടതാണല്ലോ. ചോദിക്കേ. ലിനു, ഞാൻ കൺഫ്യൂസ് ആകപ്പെട്ടു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ കൺഫ്യൂസ് ആക്കപ്പെട്ടു. വെയിറ്റ് അനസ്. ലിനു പറ. ശരിയാ, പറഞ്ഞോ. ഐ വാസ് പാസ്റ്റ്. പ്രസന്റ് പറ. ഐ ആം കൺഫ്യൂസ്ഡ് ആകപ്പെട്ടു. കൺഫ്യൂസ്ഡ്. മൂന്നാമത്തെ ഫോം കൺഫ്യൂസ്ഡ്. ഐ ആം കൺഫ്യൂസ്ഡ്. ഞാൻ കൺഫ്യൂസ് ആകപ്പെട്ടു. യെസ്, മനസ്സിലായോ? അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ സർപ്രൈസ് ആകപ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്നെ ആരാണ്ട് സർപ്രൈസ് ചെയ്തു എങ്ങനെ പറയാൻ പറ്റും? ഐ ആം സർപ്രൈസിന്റെ തേർഡ് ഫോം. സർപ്രൈസ്ഡ് എങ്ങനെ പറയാൻ പറ്റും? അപ്പം ഐ ആം സർപ്രൈസ്ഡ്. അതേസമയം അനസ്, ഞാൻ സർപ്രൈസ് ചെയ്തു എന്ന് എങ്ങനെ പറയാൻ പറ്റും? യെസ്, ഞാൻ എന്റെ അമ്മയെ സർപ്രൈസ് ചെയ്തു. ഐ സർപ്രൈസ് മൈ മദർ. യെസ്, ദാറ്റ്സ് എ ഡിഫറൻസ്. കണ്ടോ? ഐ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ചെയ്തു. ഐ ആം സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്തു. അതാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഉദയവും അസ്തമനവും തമ്മിലുള്ള വ്യത്യാസമാണ് സംഭവം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ലല്ലോ, പിന്നെന്താ അങ്ങനെ ഒരു ഇത് കൊടുത്തേക്കണേ? പാസീവില് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ലല്ലോ, അല്ല നോട്ട് ആപ്ലിക്കബിൾ അല്ലേ? നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഫോർമലി, ഒഫീഷ്യലി ഇല്ല. ഇൻഫോർമലി ഗെറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി പറയാവുന്നേ ഉള്ളൂ. ഗെറ്റിംഗ് അഡ്മിറ്റഡ്.
അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല, ഫോർമലി ഇല്ല, ഇൻഫോർമലി. He had been admitted എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ബീൻ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ അഡ്മിറ്റ് ആക്കപ്പെട്ടു. ടൈം സ്പെസിഫൈ ചെയ്യുന്നത്. ടൈംസ് എടുത്ത് കാണിക്കുകയാണ് ഇപ്പോഴാണെന്ന്. ഹി ഹാഡ് ബീൻ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് അഡ്മിറ്റ് ആക്കപ്പെട്ടായിരുന്നു. ഹി വിൽ ഹാവ് ബീൻ അഡ്മിറ്റഡ്, അവൻ ഫ്യൂച്ചർ അഡ്മിറ്റ് ആക്കപ്പെടും. That's a difference. Is it clear, guys? Yes, sir. All right, let's practice a little bit. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഹി ഈസ് അഡ്മിറ്റഡ്, അവൻ അഡ്മിറ്റ് ആക്കപ്പെട്ടു. ഇപ്പം ഹി വാസ് അഡ്മിറ്റഡ്, അവൻ മുമ്പ് അഡ്മിറ്റ് ആക്കപ്പെട്ടായിരുന്നു. ഹി വിൽ ബി അഡ്മിറ്റഡ്, അവൻ ഫ്യൂച്ചറിൽ അഡ്മിറ്റ് ആക്കപ്പെടും. ഹി ഈസ് ബീയിങ് അഡ്മിറ്റഡ്, ഒരു വ്യത്യാസവും ഇല്ല, വെറുതെ ഒരു ബീയിങ് അറിയുന്നേ ഉള്ളൂ അവിടെ, ബാക്കിയെല്ലാം സെയിമാണ്. അതായത് ഇപ്പൊ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് ബീയിങ് അഡ്മിറ്റഡ്, പാസ്റ്റ് ഹി വാസ് ബീയിങ് അഡ്മിറ്റഡ്, ഫ്യൂച്ചർ ഇല്ല. അടുത്തത് ഹാസിന്റെ കൂടെ ബീൻ കൂടെ ചേർക്കുന്നു. ഹി ഹാസ് ബീൻ അഡ്മിറ്റഡ്, ഹി ഹാഡ് ബീൻ അഡ്മിറ്റഡ്, ഹി വിൽ ഹാവ് ബീൻ അഡ്മിറ്റഡ്. ദാറ്റ്സ് ഓൾ. Just focus on the formal, informal, slowly you will understand. So ഇത്രയുമാണ് പാസീവ് ടെൻസ്, ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ അറിയേണ്ട കാര്യം. ഇതറിഞ്ഞാൽ നിങ്ങൾ പുലിയാണ്, ആർക്കും പിടികിട്ടാത്ത പുലിയാണ്. ഈ ടേബിൾ അറിഞ്ഞാൽ മതി. ഈ ടേബിളിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ആക്റ്റീവ് ടെൻസ് പഠിക്കുമ്പോൾ പാസീവ് ടെൻസ് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. 4 എണ്ണം: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, സിമ്പിൾ ടെൻസിൽ, കണ്ടിന്യൂസ് ടെൻസിൽ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, സിംഗുലർ, പ്ലൂറൽ, യു, ഐ. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഫ്ലുവൻസി ഈസ് ഗ്യാരണ്ടീഡ് 100%. Okay, now please ask me doubt. ഇന്ന് നമ്മുടെ ഗ്രാമർ കഴിയുന്ന ദിവസമാണ്. ഇനി തൊട്ട് അങ്ങോട്ട് സ്പീക്കിംഗ് ആണ് എല്ലാം. സോ ആസ്ക് മീ എനി ഡൗട്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പറഞ്ഞായിരുന്നു. No. Okay. 1 second, let me. Yeah, reported speech എന്ന് പറഞ്ഞാൽ ഷെൽബി എന്നോട് പറയുക, എനിക്ക് 100 രൂപ തരാമെന്ന്. അപ്പൊ ഞാനത് അനസിനോട് എങ്ങനെ പറയും? Sharija told me that she എനിക്ക് 100 രൂപ തരാമെന്ന് പറഞ്ഞു. She told me that Shelja told me that she will give 100 rupees to she will ഉപയോഗിക്കാൻ പറ്റത്തില്ല, വുഡ് ഉപയോഗിക്കണം, കാരണം ഇത് പാസ്റ്റ് ആണ്. ഷെൽജ ടോൾഡ് മീ, ടോൾഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ തുടങ്ങിയ ബാക്കി മൊത്തം പാസ്റ്റ് ആണ്. ഷെൽജ ടോൾഡ് മീ ദാറ്റ് ഷി വിൽ അല്ല, ഷി വുഡ് ഗിവ് മീ 100 rupees. ഇപ്പം ലെനു എന്നോട് പറയാ, ഞാൻ നാളെ ഇവിടെ വരും. I will come here tomorrow. അപ്പൊ ഞാൻ എങ്ങനെ പറയാൻ പറ്റും? He told me that he would come here. ചില സ്ഥലത്ത് come എന്നുള്ളത് go എന്നാവും. He would go there tomorrow next day ആകണമെന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് പറയുവാണ് ടുമോറോ എന്ന് പറഞ്ഞാല് ടുമോറോ അല്ലേ? ഡേറ്റ് തെറ്റില്ലെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഡേറ്റ് തെറ്റല്ലേ. കേൾക്കുന്ന ആകെ ഡേറ്റ് മനസ്സിലാണോ? ദാറ്റ്സ് ഓൾ. യു ഡോണ്ട് ഹാവ് ടു നെസസറിലി സേ ദ നെക്സ്റ്റ് ഡേ. ദാറ്റ്സ് എ ലോജിക് അല്ലേ? ഇപ്പൊ ഞാൻ കേൾക്കുന്ന ആൾക്ക് ടുമോറോ തന്നെയാണെങ്കിൽ ടുമോറോ പറഞ്ഞാൽ പോരെ. ഞാനിപ്പം ലെനുവിനോട് പറയാം, ഞാൻ ലെനുവിന് ഒരു 100 രൂപ തരാം. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ ഞാൻ നാളെ 100 രൂപ തരാം. 10 ദിവസം കഴിഞ്ഞിട്ട് ലെനു പോയിട്ട് ഷെൽജയോട് എങ്ങനെ പറയും? ജോമോൻ പറഞ്ഞു നാളെ 100 രൂപ തരാമെന്നാണോ? ഡേറ്റ് മാറിപ്പോയില്ലേ? Jomo told me that he would give me 10 rupees. 10 or 100 rupees the next day. The next day. അതായത് അതിന്റെ പിറ്റേ ദിവസം. അവൻ പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞായിരുന്നു എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു. അവൻ നാളെ തരാം. 10 ദിവസത്തിന് മുമ്പ് നാളെ തരാമെന്ന് പറഞ്ഞത് അവൻ നാളെ തരാമെന്ന് പറഞ്ഞതല്ലല്ലോ, അവൻ പിറ്റേ ദിവസം തരാമെന്നല്ലേ പറയുന്നത്. ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ അവിടുത്തെ പ്രൊനൗൺ ഒക്കെ മാറും. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ആണ്, പക്ഷെ പറഞ്ഞെന്തോ ഐ വിൽ ഗീവ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ അവൻ പറഞ്ഞു അവൻ തരുമെന്നായ. അപ്പൊ അവിടുത്തെ വാക്കുകളൊക്കെ ഓർക്കണം.
പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്തോ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ലെനു ഈസ് എ ഗുഡ് പേഴ്സൺ, ഹി ലിവ്സ് ഇൻ അടൂർ, ഹി ഹാസ് എ ചൈൽഡ്. കണ്ടോ, വീണ്ടും വീണ്ടും ലെനു 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 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഉപയോഗിക്കാം? ഹി ഉപയോഗിക്കാം. he, അപ്പൊ ഷെൽജിക്ക് വരെ എനിക്ക് എന്ത് ഉപയോഗിക്കാം? she, സ്റ്റുഡൻസിന് വരെ എനിക്ക് എന്ത് ഉപയോഗിക്കാം? they, ദേ. കാറിന് വരെ എന്ത് ഉപയോഗിക്കാം? it, പട്ടിക്ക് വരെ എന്ത് ഉപയോഗിക്കാം? it, ഇറ്റ് എന്ന് ഉപയോഗിക്കാം. പെൺപട്ടിക്ക് വരെ സ്പെസിഫിക് എടുത്ത് പറയണമെങ്കിൽ എന്തോ? ഷീ എന്ന് പറയാം. she, ആൺപട്ടിക്കാണെങ്കിൽ ഹി എന്ന് പറയാം. That's all. Yeah. അത് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അവനെ അവളെന്നൊക്കെ ഉപയോഗിക്കുന്നത്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദിസ് ഈസ് മൈ ഹാൻഡ്. ദീസ് ആർ മൈ fingers, ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് അല്ല, ഫിംഗേഴ്സ്. fingers, ഫിംഗേഴ്സ്. പിന്നെ വേറൊരു കാര്യം, ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് കേട്ടിട്ടുണ്ടോ? അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ് കേട്ടിട്ടുണ്ടോ? എക്സാമിനൊക്കെ വരുന്നതാണ്, ഈസി മാർക്ക് പഠിക്കാവുന്ന സാധനമാണ് ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷെ ഇത് എന്തുവാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പഠിച്ചിട്ട് ഗുണമല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് അറിയാൻ പറ്റില്ല. വളരെ എളുപ്പമാണ്. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, നീ നാളെ വരും അല്ലേ? പറയത്തില്ലേ? പറയുമോ? നീ നാളെ വരും അല്ലേ? അവൻ നല്ലൊരു മനുഷ്യനാ അല്ലേ? പറയത്തില്ലേ? അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. ആണോ അല്ലയോ എന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. എക്സാമ്പിൾ എഴുതാമോ? ഹി ഈസ് എ ഗുഡ് മാൻ. വേർ ഇസ് അനസ്? അനസ് ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റിയാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ എഴുതിക്കേ, ഹി ഈസ് എ ഗുഡ് മാൻ. He is a good man. He is a subject. He is a good man. All right. He എന്തുവാണ് ഇവിടെ? Guys, he എന്ന് പറഞ്ഞാൽ എന്തുവിടെ? He. സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഈ സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റണം. സബ്ജക്റ്റ്. ഹി. ഹി ഒരു പ്രൊനൗൺ അല്ലേ? നൗണിന് പകരമല്ലേ ഉപയോഗിക്കുന്നത്? പ്രൊനൗൺ അല്ലേ? ഈസ് എന്തോ അവിടുത്തെ? ഈസ് helping verb, ഹെൽപ്പിംഗ് വേർബ്. സിംഗുലറോ പ്ലൂറലോ? സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ? സിംഗുലർ. സിംഗുലർ. എ എന്ന് പറഞ്ഞാൽ എന്തോ? എ ആർട്ടിക്കിൾസ് ആണ്. എ ആൻഡ് ദി ആർട്ടിക്കിൾ ആണ്. എന്തുവാണ്? എ ആൻഡ് ദി ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ ഓർ ദി, ഇതിനാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 3 articles ഉണ്ടോ? എത്ര എണ്ണം ഉണ്ട്? ഇത് 3. നിങ്ങൾ കൂടുതലുണ്ടോ? എന്താ അറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് 3. എ എന്ന് പറഞ്ഞാൽ 1, ആൻ എന്ന് പറഞ്ഞാൽ 1. അതായത് വാവൽസിന്റെ കൂടെ വാവൽസ്. വാവൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഗൈസ്? വാവൽസ് വവ്വാൽ അല്ല, വാവൽസ്. VOWEL. വാവൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? A E I O U. A E I O ആണ് വാവൽസ്. ഇതിന്റെ ഇല്ലാത്തതല്ല എന്തോ? വവ്വലല്ല, വാവൽ. വവ്വൽ അല്ല, വ അൽ. ഒരു അറബിയായിട്ട് പറയണം. വ അൽ. ലൈക്ക് ദാറ്റ്. വാൽ. അത് വാലെന്നും പറയല്ലേ, വാ അൽ. വാൽ. വാലും അല്ല, വാലെന്ത് അല്ല, വാൽ. വാൽ. കോൺസണൻസ്. കോൺസണൻസ് എന്ന് പറഞ്ഞാല് ഇതിൻ്റെ അകത്തിൽ ഇല്ലാത്തതെല്ലാം. എക്സാമ്പിൾ പി, ഡി, ജെ, കെ, ഇസഡ്, ഇതെല്ലാം കോൺസണൻസ് ആണ്. ABCDക്കകത്തില് വാവൽസ് അല്ലാത്തതെല്ലാം കോൺസണൻസ് ആണ്. അപ്പോൾ ഒരു വേർഡ് വാവൽ വെച്ച് തുടങ്ങുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ആൻ ഉപയോഗിക്കണം. എക്സാമ്പിൾ ആപ്പിൾ. ആപ്പിളിന്റെ ഒന്നാമത്തെ ലെറ്റർ ഏതാ? ആ സൗണ്ട് അല്ലേ? ആ സൗണ്ട്.
ആപ്പിൾ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഒരാപ്പിൾ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ആൻ ആപ്പിൾ അല്ലേ? ആണോ? ആൻ ഓറഞ്ച്, ആൻ എയർപ്ലെയിൻ, ആൻ ക്യാറ്റ് എന്ന് പറയാൻ പറ്റുമോ? ആൻ ക്യാറ്റ്, ആൻ ക്യാറ്റ് എന്ന് പറയാൻ പറ്റുമോ? ആൻ ക്യാറ്റ് ഇല്ല. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ്ട് കുഴപ്പമുണ്ടെന്നല്ലേ. അപ്പൊ ഒരു ക്യാറ്റ് എന്ന് എങ്ങനെ പറയും? എ ക്യാറ്റ്. എ ക്യാറ്റ് അല്ല, എ ക്യാറ്റ്. സിക്ക് അവിടെ സ്ട്രെസ് കൊടുക്കണം. എ ക്യാറ്റ്. ഒരു പന്നി എന്ന് എങ്ങനെ പറയും? എ പിഗ്. ഒരു എലി, എ റാറ്റ്. ഒരു വെഹിക്കിൾ, വെഹിക്കിൾ. വെഹിക്കിൾ എന്നാണ്, വെഹിക്കിൾ എന്നല്ല. എച്ച് അവിടെ സൈലന്റ് ആണ്. വെഹിക്കിൾ. ഓൾറൈറ്റ്. നമുക്കൊരാള് മെസ്സേജ് അയക്കുന്നു, ഹായ്. അപ്പൊ ഹായുടെ സ്പെല്ലിംഗ് എന്തോ? ഹായുടെ സ്പെല്ലിംഗ് എന്തോ? കമോൺ ഗായ്സ്, റെസ്പോണ്ട് ടു മീ. എന്റെ തൊണ്ട വരലില്ല. HAI. ഓക്കെ. HAI എന്ന് ഹായ് എഴുതല്ല, അത് തെറ്റാണ്. അത് മലയാളിയുടെ ഹായ് ആണ്. ഇംഗ്ലീഷിൽ ഹായ് എഴുതുന്നത് ഹായ് ആണ്. ഹായ് അല്ലത്, ഹായ്. HI, HAI അല്ലത്, അത് മലയാളമാണ്. ഹായ്. HI എന്ന് പറഞ്ഞാൽ ഹി അല്ല. ഹി എന്ന് പറയുന്നത് HE ആണ്. ഹി. ഇത് HI ആണ്. ഹായ്. 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 ഓക്കെ. Now, A and the അല്ലെങ്കിൽ the ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനാണ് നമ്മൾ ദാ ഉപയോഗിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഷെൽജ ചന്തയിൽ പോയി മീൻ മേടിക്കാൻ വേണ്ടി ഷെൽജ മേടിച്ച മീൻ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്? ദ ഫിഷ്. അതേസമയം വാൽ സൗണ്ട് ആണെങ്കിൽ the orange ഷെൽജ ബോട്ട്. കണ്ടോ? the orange. ദായും വിയും വരും. രണ്ടും സ്പെല്ലിങ് THE തന്നെയാണ്. പക്ഷെ ഒരെണ്ണത്തിന് കോൺസണന്റ് ആണെങ്കിൽ, അതായത് AEIOU അല്ലെങ്കിൽ ദ എന്ന് പറയും, അല്ലെങ്കിൽ വി എന്ന് പറയും. ദി എയർപ്ലെയിൻ. ഓക്കെ. അവിടെയാണ് ലെനു മനസ്സിലായോ? നമ്മളൊരു ഞാൻ കൂടെ ദ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിനെ പറ്റി എടുത്തു പറയുമ്പോഴാണ് ദ പറയുന്നത്. ഞാൻ ചന്തയിൽ മീൻ മേടിക്കാൻ പോയി. ദ ഫിഷ് അല്ല, ഐ വെന്റ് ടു ബൈ ഫിഷ്. ഏതെങ്കിലും ഫിഷ് കിട്ടുന്നത്. അതേസമയം ഞാൻ മേടിച്ച ഫിഷ് നല്ലതായിരുന്നു. ദ ഫിഷ് ഐ ബോട്ട്. ഏത് ഫിഷാണ്? ഞാൻ മേടിച്ച ഫിഷ്. അപ്പൊ ഒരു കാര്യത്തിനെ എടുത്തു പറയാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ലെനു സെൽസ് AC. ലെനു എന്ത് ചെയ്യുന്നുണ്ട്? AC സെൽ ചെയ്യുന്നുണ്ട്. ദ AC ആണോ? ഒരു സ്പെസിഫിക് AC ആണോ? അല്ല, ഏത് ACയും ആയിക്കോട്ടെ. ലെനു സെൽസ് AC. അതേസമയം ഞാൻ പറയാണ്, ലെനു എനിക്ക് സെല്ല് ചെയ്ത AC നല്ലതാണ്. എങ്ങനെ പറയാൻ പറ്റും? The AC Lenu sold me is good. Okay. അതാണ് the AC എന്ന് പറയുമ്പോൾ ആ AC. പ്രത്യേകിച്ച് ഒരു AC. The AC Lenu sold it to me. Yeah, you can use sold to me. Sold me also is good enough. Same meaning here. He sold me an AC. അവൻ എനിക്കൊരു AC വിറ്റു. He sold to me an AC. Same meaning ആണ്. No problem. Alright. So നമ്മൾ ഇന്ന് പിന്നെ വിട്ടുപോയത് ക്വസ്റ്റ്യൻ ടാഗ്. വളരെ ഈസിയാണ്. ചീള് കേസാണ്. ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാരും ഈ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഇത് ഉപയോഗിക്കാറുണ്ട്. ഹി ഈസ് എ ഗുഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്തോ? അവൻ നല്ല മനുഷ്യനാണ്. നമ്മൾ മലയാളത്തിൽ അവൻ നല്ല മനുഷ്യനാണ് അല്ലേ എന്ന് ചോദിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ അവനൊരു പന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ അവനൊരു നല്ല മനുഷ്യനല്ല ആണോ എന്ന് ചോദിക്കും മലയാളത്തിൽ. അതുപോലെ തന്നെയാണ്. ഹീസ് എ ഗുഡ് മാൻ. അവൻ നല്ല മനുഷ്യനാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ കോമ ഇട്ടിട്ട് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് എന്തോ? ഈസ്. അപ്പൊ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വരണം? നെഗറ്റീവ് വരണം അല്ലേ? കണ്ടോ, ഇപ്പൊ ഞാൻ ഉപയോഗിച്ചില്ലേ നെഗറ്റീവ് വരണോ അല്ലേ എന്ന് ചോദിച്ചില്ലേ? അത്രയും ഉള്ള സംഭവം. അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. മലയാളം പറഞ്ഞ പോലെ തന്നെ. ഈസ് എ ഗുഡ് മാൻ. ഈസ് നെഗറ്റീവ് ചേർക്കും. ഈസ് നോട്ട്. ഇവിടുത്തെ സബ്ജക്ട് ആരാ? ഈസ് നോട്ട് ഹി. ദാറ്റ്സ് ഓൾ. ഈസ് നോട്ട് ഹി. ഈസ് നോട്ട് ഹി എന്ന് നമ്മൾ ഒരുമിച്ച് എങ്ങനെ പറയും? ഈസ് എഴുതിയിട്ട് എന്ന് എഴുതിയിട്ട് ഈസന്റ് ഹി.
He's a good man, isn't he? He is a good man, isn't he? അവനൊരു നല്ല മനുഷ്യനല്ല. നെഗറ്റീവ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ വരും. He is not a good man. ഇവിടെ നെഗറ്റീവ് ഉണ്ടോ? ഉണ്ട്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എഴുതില്ല, നെഗറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാകണം. അവൻ നല്ല മനുഷ്യനല്ല. ആണോ? അവൻ നല്ല മനുഷ്യനാണ്. അല്ലേ? ദാറ്റ്സ് ഓൾ. മലയാളം പോലെ. അപ്പൊ ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ഈസ് നോട്ട് ഉണ്ട്, അത് നോട്ട് എഴുതില്ല. ഈസി. ദാറ്റ്സ് ഇറ്റ്. Is he? നീ വിശന്നിരിക്കും അല്ലേ എന്നെങ്ങനെ ചോദിക്കും? You are hungry. യു ആർ ഹംഗ്രി. Are you? അപ്പൊ ആറാണ് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. ആർ എഴുതി നെഗറ്റീവ് ആക്കി നോട്ട് എന്ന് എഴുതി യു ക്വസ്റ്റ്യൻ ടാഗ്. യു ആർ ഹംഗ്രി ആൻഡ് യു. Are ആറിന്റ് യു എന്നല്ല നമ്മൾ പറയുന്നത്, ആൻഡ് യു. you? Aren't you? Aren't. A-R-E-N-T. Aren't you? Are you? Aren't you? Are you hungry? Aren't you? You are hungry, aren't you? No. Yeah. So you got the idea, didn't you? You got the idea, didn't you? Yes. You got the idea. What's the helping verb എന്തുവാ? Go. Do. ഹെൽപ്പിംഗ് വേർബ് എന്താ? ഗോട്ട്. ഗെറ്റിന്റെ പാസ്റ്റല്ലേ ഗോട്ട്. ഡിഡ് അല്ലേ അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്? ഡിഡ്. Yeah. നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. അപ്പം നെഗറ്റീവ് ചേർക്കണം. ഡിഡിന്റ് യു. You. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, യു ഹാവ് ഗോട്ട് ദ ഐഡിയ. യുവ് ഗോട്ട് ദ ഐഡിയ. പെർഫെക്റ്റ് ടെൻസ്. യുവ് ഗോട്ട് ദ ഐഡിയ. അപ്പോളോ ഹാവിന്റ് യു. അവിടുത്തെ ഹാവ് ആണ് എടുക്കുന്നത്. ഹാവ്. ഓക്കെ. തലയിൽ കൂടെ ഇച്ചിരി ചിലപ്പോൾ മേളിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും സ്ലോലി. നോ വറീസ്. ബേസിക്കലി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നീ അവൻ നല്ലവനാ അല്ലേ? അവൻ നല്ലവനല്ല. ആണോ? നിന്റെ പൈസ ഇല്ല. ഉണ്ടോ? അത്രേ ഉള്ളൂ. Yeah. മനസ്സിലായി അല്ലേ? Yes. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ടാഗ്. മനസ്സിലായി അല്ലേ? നെഗറ്റീവ് ചേർക്കണ്ടോ? അല്ലേ? നെഗറ്റീവ്. അതെ. അതെ. ഓൾറൈറ്റ്. അതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏബലിനും പിന്നെ ക്യാഷിനും ഒക്കെ ഇത് ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ ഒക്കെ ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ അല്ലേ അനസ്? Yes. 10 വരും. 10ലും വരും. യെസ്. അത്രയുള്ള സംഭവം. അതേസമയം ലെറ്റസ് വന്നാൽ എന്തോ ക്വസ്റ്റ്യൻ ടാഗ്? ലെറ്റസ് പ്രേ. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തോ? ലെറ്റസ് വന്നാൽ എപ്പോഴും എന്തോ വരണം? ലെറ്റ്സ് പ്രേ. ക്വസ്റ്റ്യൻ ടാഗ് എന്തോ? ഷാൽ വി. അസ്വന്നവിയാണ്. യെസ്. അസിന്റെ ഓപ്പോസിറ്റ് ഷാൽ വി. ലെറ്റസ് എന്ന് പറഞ്ഞാൽ ഷാൽ വി എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് തുടങ്ങാം. Shall we? ലെറ്റ്സ് സ്റ്റാർട്ട്. ഷാൽ വി? Yes. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഈ ലെറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റും ഷാൽ വി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനുമാണ്. ലെറ്റസ് ഗോ എന്ന് പറഞ്ഞാൽ എന്തോ? നമുക്ക് പോകാം. നമ്മൾ പറയണം ഒരാളുടെ. ഷാൽ വി ഗോ എന്ന് പറഞ്ഞാൽ എന്തോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽപ്പിംഗ് വേർബ് അല്ലേ ഫസ്റ്റ് ഷാൽ വന്നേക്കുന്നത്? ഷാൽ വി ഗോ? നമുക്ക് പോകാം. ലെറ്റസ് ഗോ? നമുക്ക് പോകാം. ഷാൽ വി ഗോ? നമുക്ക് പോകാം. ദാറ്റ്സ് ഇറ്റ്. Shall we? See guys, ഈ ക്വസ്റ്റ്യൻസും ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ ഇതൊക്കെ കാണണം. ഓരോ ഈ വീഡിയോസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണുള്ളൂ. ആദ്യമേ 100% മനസ്സിലാകണമെന്നില്ല. സ്ലോലി മനസ്സിലാകും. പിന്നെന്താണ് നിങ്ങൾക്ക് ഗ്രാമറിൽ സംശയമുള്ള? കമോൺ ഗായ്സ്, ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഗ്രാമറിൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമുക്ക് അടുത്ത ക്ലാസ് മൊത്തം സ്പീക്കിംഗ് ആണ്. ഈ പഠിച്ച ഗ്രാമർ എല്ലാം കൂടെ വെച്ച് ഇത്രയും ഗ്രാമർ പഠിച്ചാൽ മതി. വെറുതെ ജീവിതകാലം മൊത്തം ഗ്രാമർ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആകെ നിങ്ങൾ അറിയേണ്ട ആ ടെൻസ് മാത്രമാണ്. ഓക്കെ. ആസ്ക് മീ ഡൗട്ട്. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാമെന്ന് എനിക്ക് പറഞ്ഞുതരാം. യെസ്. പറയാനുള്ള ഒരു വേറൊരു സാധനം. വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് അല്ലേ? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്. ഞാൻ പറഞ്ഞില്ല.
would have, should have, could have, would have, should have, could have. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ പറയാം. ഇപ്പം ലെനുവും വൈഫും കൂടെ അടൂർ മാർക്കറ്റിൽ പോയി. അപ്പൊ മാർക്കറ്റിൽ പോയിട്ട് നോക്കിയപ്പം മീൻ മേടിക്കാൻ നോക്കിയപ്പം നല്ല പച്ച മത്തി ഇരിക്കുന്നു. അപ്പൊ ലെനു പുറത്ത് 5 കിലോ മേടിക്കണം. അപ്പോൾ ലെനുവിനോട് വൈഫ് പറഞ്ഞ വേണ്ട, എന്തിനാണ് വെറുതെ ഇത്രയും മേടിക്കുന്നത്? ലെനു പറഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കാം. നോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അതേസമയം അവസാനം വഴക്ക് വെക്കണ്ടായല്ലോ എന്ന് ലെനു 1 കിലോ മത്തി മേടിച്ചു. മത്തി മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് മത്തി അങ്ങോട്ട് വറുത്ത് കഴിച്ചപ്പം എന്നാ ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ലെനു പറയാ 5 കിലോ മേടിക്കേണ്ടതായിരുന്നു ഇല്ലേ? അപ്പൊ എങ്ങനെ പറയും നമ്മള്? 5 കിലോ മേടിക്കേണ്ടതായിരുന്നു. മേടിച്ചോ? ഇല്ല. അപ്പം നമുക്ക് മേടിക്കേണ്ടതായിരുന്നു പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് should have bought. Should have bought ഇല്ലേ? അപ്പം ലെനു പറയും I should have bought 5 kg. അല്ലല്ലേ, ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴും V3 വരും. I should have bought 5 kgs. I should have bought 5 kgs. 5 കിലോ മേടിക്കേണ്ടതായിരുന്നു. പക്ഷെ മേടിച്ചോ? ഇല്ല, മേടിച്ചില്ല. അപ്പൊ വേറെ ഒരു സിനാരിയോ പറയാം. ഇപ്പം ലെനുവും വൈഫും കൂടെ സെയിം മാർക്കറ്റിൽ പോയി. അപ്പം നോക്കിയപ്പം ഭയങ്കര അടിപൊളി മത്തി ഇരിക്കുന്നു. അപ്പം ലെനു പറഞ്ഞു 5 കിലോ മേടിക്കാം. അപ്പം വൈഫ് പറഞ്ഞു മേടിക്കണ്ട. മേടിക്കാമെന്നേ, ഇത്രയും വില കുറവാണ്, നല്ല മത്തിയാണെന്ന് പറഞ്ഞിട്ട് 5 കിലോ മത്തി മേടിച്ചു. അപ്പം വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് കറി വെച്ചപ്പം വായി വെക്കാൻ കൊള്ളത്തില്ല, ഞങ്ങളുടെ പഴുത്ത് നാറിയിരിക്കുകയാണ്. അപ്പം ലെനു പറയുകയാണ് പണ്ടാരം മേടിക്കേണ്ടതല്ലായിരുന്നു. എങ്ങനെ പറയും? നെഗറ്റീവ് ആക്കിയാൽ മതി. ഐ ഷുഡ് എന്നുള്ളതിന്റെ വരെ ഒരു നെഗറ്റീവ് ആക്കിയെന്ന് തോന്നും. ഐ ഷുഡിന്റ്, ഷുഡ് നോട്ട്. വളരെ അങ്ങനെ പറയാൻ പറ്റും. ഐ ഷുഡ് നോട്ട് എന്നുള്ളത് നമുക്ക് എന്താ പറയാം? ഷുഡിന്റ് ഹാവ് ബോട്ട് ദ ഫിഷ്. ഐ ഷുഡിന്റ് ഹാവ് ബോട്ട് ദ ഫിഷ്. വളരെ എളുപ്പമല്ലേ? ഇതൊക്കെ വെറുതെ കാണാപ്പാടം പഠിക്കുന്നതല്ല, നമുക്ക് ലൈഫിൽ ഗുണം ചെയ്യുന്ന സാധനം. ഐ ഷുഡിന്റ് ഹാവ് ബോട്ട്. ഐ ഷുഡ് ഹാവ് ചെയ്യേണ്ടതായിരുന്നു. ഐ ഷുഡിന്റ്, ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ്. സി, ഇതൊരു സ്ട്രക്ചറാണ്. ഇതിന്റെ കൂട്ടി നമുക്ക് എന്ത് വേർബും വേണം. ഞാൻ പോകേണ്ടതായിരുന്നു എന്ന് എങ്ങനെ പറയും? ഐ ഷുഡ് ഹാവ്. വേർബിന്റെ തേർഡ് ഫോം ഗോ, വെന്റ്, ഗോൺ. ഐ ഷുഡ് ഹാവ് ഗോൺ. അല്ലേ? ഞാൻ പൈസ കൊടുക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് പെയ്ഡ്. ഞാൻ അവനെ വിളിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് കോൾഡ്. ഞാൻ അവന്റെ വീട്ടിൽ പോകുന്നതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോൺ ടു ഹിസ് ഹൗസ്. യെസ്. വുഡ്. ഇപ്പൊ ഇത് മനസ്സിലായോ? ഷുഡ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ. വുഡ് എന്ന് പറയുമ്പോൾ വുഡ് എന്ന് പറഞ്ഞാൽ എന്താ? വില്ലല്ലേ? വില്ലിന്റെ പാസ്റ്റ് അല്ലേ വുഡ്? വില്ലിന്റെ പാസ്റ്റ് വുഡ്. ഈ വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. വില്ലിന്റെ പാസ്റ്റ് ആണ് എന്തുവാ? ആണ്. വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. വില്ലിന്റെ പാസ്റ്റ് എന്തുവാ? വുഡ്. എങ്ങനെ? വൂഡ്. വുഡ് അല്ല, വൂഡ്. ഓക്കെ, വുഡ്. മറ്റേ ഒരു വുഡ് ഉണ്ട്, അതെന്താണ്? തടി. വുഡിന് വുഡ്. വുഡ്. ഓക്കെ. ഇത് വുഡ് അല്ല, വുഡ്. അപ്പൊ വില്ലിന് പകരം നമുക്ക് പാസ്റ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കാം? വുഡ്. He told me that he would give me 5 rupees. See, ഇപ്പൊ ഞാൻ അനസിനോട് പറഞ്ഞു ഞാൻ അനസിന് 1000 രൂപ തരാം. അപ്പൊ അനസ് ലെനുവിനോട് എങ്ങനെ പറയും? Joe told me that he would give me 1000 rupees. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്തോ ഒരാളോട് പോയി പറയുക, അത്രേ ഉള്ളൂ. അപ്പം ജോ ടോൾഡ് മീ. പേഴ്സൺ എന്ന പാസ്റ്റ് ആണോ?
പാസ്റ്റ് അല്ലേ, ടോൾഡ് പാസ്റ്റ് അല്ലേ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഞാൻ ഇവിടെ വായിച്ച കാര്യമല്ല, എന്റെ ഒരു ഒബ്സർവേഷൻ ഇതാണ്. നിങ്ങൾ പാസ്റ്റിൽ തുടങ്ങിയ ബാക്കി മൊത്തം പാസ്റ്റ് ആയി പോകും. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിൽ അല്ല, ഹി വുഡ് ഗിവ് മീ 100 rupees. അവൻ എന്നോട് പറഞ്ഞു അവൻ എനിക്ക് 1000 രൂപ തരുമെന്ന്, തരാം എന്നല്ല, തരുമെന്ന്. അപ്പോൾ വുഡിന്റെ ഒന്നാമത്തെ യൂസ് എന്തോ പാസ്റ്റിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിച്ചു. രണ്ടാമത്തേത് പൊളൈറ്റ്നെസ്സിന് വേണ്ടി, ഇല്ലേ? ഇപ്പൊ ലെനുവിനോട് ഞാൻ പറഞ്ഞു, ലെനു ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്തോ, ലെനു എന്ത് മനസ്സിലാവും? ലെനു ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്തോ, എന്ന് പറഞ്ഞാൽ എന്തോ മീനിങ് എന്തോ? ഡോർ തുറക്കും എന്നല്ലേ പറഞ്ഞത്? അതൊരുമാതിരി ഞാൻ ചാടിക്കേറി പറയുമല്ലേ, ഒരു റെസ്പെക്ട് ഇല്ലാതെ. ആ ഡോർ തുറക്ക്, ഇല്ലേ? അതേസമയം എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എന്ത് പറയാം, പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ പറയാം. പ്ലീസ് ഓപ്പൺ, ലെനു പ്ലീസ് ഓപ്പൺ ദ ഡോർ. അപ്പൊ നീ ഡോർ തുറക്കാമോ എന്ന് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? വില്ലിന് വരെ നമുക്ക് ഉപയോഗിക്കാം, വുഡ് യു ഓപ്പൺ ദ ഡോർ. വുഡ് എങ്ങനെ പറയാം? വുഡ് യു ഓപ്പൺ ദ ഡോർ. ഈ വുഡിന്റെ അവസാനത്തെ ലെറ്റർ ഏതാ? വുഡിന്റെ അവസാനത്തെ ലെറ്റർ ഏതാ? വുഡിന്റെ അവസാനത്തെ ആൽഫബറ്റ് ഏതാ? ഡി. യുവിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഓക്കെ, അപ്പൊ ഡിയും വൈയും കൂടെ ചേർന്ന ഒരുമാതിരി മലപ്പുറം മലയാളമായി തീരും. ഇജ്ജ് വരെ പണി നോക്ക് എന്ന് പറയത്തില്ല, ഇജ്ജ്. അതുപോലെ തന്നെ വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഫോർ മീ എന്നല്ല നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. വുഡ് യു പ്ലീസ്, വുഡ് യു. അത് അഹങ്കാരവും ഒന്നുമല്ല, അത് അങ്ങനെയാണ് ആ കൂട്ടക്ഷരം വരുന്നത്. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ അങ്ങനെയല്ല പറയുന്നത്, വുഡ് യു അല്ല, വുഡ് യു. അതുപോലെ തന്നെ കുടിയു എന്നാണ് പറയേണ്ടത്, കുജു എന്നാണ് പറയേണ്ടത്? ഡിഡ് യു. നീ അവിടെ പോയോ എന്നെങ്ങനെ വയ്ക്കുന്നത്? ഡിഡ് യു ഗോ ദേർ മൈ ഫ്രണ്ട് അങ്ങനെയാണോ വയ്ക്കേണ്ടത്? ഡിഡ് യു. കണ്ടോ, ഇജ്ജ് സൗണ്ട് വരും ഒരുമാതിരി മലപ്പുറം ഇജ്ജ് വരെ പണി നോക്ക്. സോ ഡിഡ് യു എന്നുള്ളതിന് വരും ഡിഡ് യു. നിങ്ങൾക്കെല്ലാം ബോറടിച്ച് കാണും. ഓക്കെ, അപ്പോ വില്ലിന്റെ പാസ്റ്റ് വുഡ്, പിന്നെ റെസ്പെക്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വുഡ് ഉപയോഗിക്കാം, റിപ്പോർട്ട് സ്പീച്ചിന് വേണ്ടി വുഡ് ഉപയോഗിക്കാം, പിന്നെ ഹൈപ്പോത്തസിസിന്. ഓക്കെ, അപ്പൊ ഇത് പറയാം. ലെനുവും വൈഫും കൂടെ മീൻ മേടിക്കാൻ പോയി ചന്തയിൽ. അപ്പോൾ ലെനു മേടിക്കാൻ നിന്നത്, ലെനുവിന് വേണ്ടിയത് എന്ത് മീനായിരുന്നു? ലെനുവിന്റെ ഇഷ്ടമുള്ള മീൻ ഏതാ? പറ, ഇഷ്ടമുള്ള. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫിഷ്? മ്യൂട്ടഡ് ആണ്, കേൾക്കുന്നില്ല എന്തോ പറഞ്ഞത്. ട്യൂണ. ഓക്കെ, ട്യൂണ. ഐ ഡോണ്ട് നോ ദ പ്രൊനൗൺസിയേഷൻ. ട്യൂണ എന്നായിരിക്കും, ട്യൂണ. അപ്പം ലെനുവിന് അത് വറുത്ത് കഴിക്കാനാണോ കറി വെച്ച് കഴിക്കാനാണോ ഇഷ്ടം? കറി വെച്ച്. അപ്പം ലെനുവിന് ട്യൂണ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയാണ് ഇഷ്ടം. ലെനു അടൂര് മാർക്കറ്റിൽ വന്നു. അപ്പം ആകെപ്പാടെ അവിടെ ഉണ്ടായിരുന്നത് 1/2 കിലോ ട്യൂണയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ലെനു അത് മേടിച്ചു. അപ്പൊ ലെനു പോകുന്ന വഴിയിൽ വൈഫിനോട് പറയാം, ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 5 കിലോ മേടിച്ചേനെ. പക്ഷെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം ലെനുവിന്റെ ആഗ്രഹമാണ് അവിടെ പറഞ്ഞത്. ഐ വുഡ് ഹാവ് ബോട്ട് 5 kg, ഇല്ലേ? മേടിച്ചേനെ, അത് നമ്മുടെ തീരുമാനം. ഐ വുഡ് ഹാവ് ബോട്ട് 5 kg, അല്ലേ? ഐ വുഡ് ഹാവ് ബോട്ട് 5, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ 5 കിലോ മേടിച്ചേനെ. യെസ്, ഇത് മനസ്സിലായോ? വുഡ് മനസ്സിലായോ? ഇത് നമ്മുടെ വില്ലാണിത്. വില്ലെന്ന് പറഞ്ഞാൽ എന്തോ, വിൽ പത്രം എന്നൊക്കെ കേട്ടില്ലേ, നമ്മുടെ വിൽ പവർ, ആ സാധനം, അതാണ് വിൽ. ഐ വുഡ് ഹാവ് കം, ഞാൻ വന്നേനെ. പക്ഷെ വന്നോ? ഇല്ല, ഞാൻ അത് നമ്മുടെ മനസ്സാണ്. ഐ വുഡ് ഹാവ് ഗോൺ, ഞാൻ പോയേനെ. പക്ഷെ പോയോ? ഐ ഷുഡ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. ഐ വുഡ് ഹാവ് ഗോൺ. വുഡ് എന്നല്ല പറയണ്ടത്, വുഡ് എന്നാണ് പറയേണ്ടത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി വുഡ് എന്നൊക്കെ പറയാണ്. ഐ വുഡ് ഹാവ് ഗോൺ.
ലാസ്റ്റ് വൺ. അനസ് ഏതാണ് പറയാനുള്ളത്? Could. 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 ക്യാനിന്റെ പാസ്റ്റ് എന്തുവാ? Could. Could. ഓക്കെ, അപ്പൊ ക്യാനിന്റെ പാസ്റ്റ് ആയിട്ട് പറയാൻ could. ജോ told me that he Could. lift 50 kg. ഞാനിപ്പോ പറയാണ് എനിക്ക് 50 കിലോ പൊക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വേറെ ഒരാളോട് എങ്ങനെ പറയും? അവൻ പറഞ്ഞു അവന് 50 കിലോ പൊക്കാൻ പറ്റുമെന്ന്. Told me that. He told me, അവൻ എന്നോട് പറഞ്ഞു. അവൻ വെറുതെ പറഞ്ഞു എന്ന് he said എന്ന് പറഞ്ഞാൽ മതി. He told me that he could lift 50 kgs. അപ്പം എന്തുവാ? റിപ്പോർട്ടർ സ്പീച്ച് ആയി. അടുത്തത് പൊളൈറ്റ്നെസ്സിന് വേണ്ടി. ഇപ്പൊ ഞാനിപ്പം ലെനുവിനോട് പറയാം ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി കയറിയാ പറഞ്ഞു, ഒരു റെസ്പെക്ട് ഇല്ലാതെ പറയാൻ ഓപ്പൺ ദ ഡോർ. അതേസമയം എന്ത് പറയാം? പ്ലീസ് ഓപ്പൺ ദ ഡോർ പറയാമോ? Yes. Could you please open the door പറയാമോ? Yes. അല്ലെ could you open the door എന്ന് പറയാമോ? Could you. അതെല്ലാം ഭയങ്കര പൊളൈറ്റ്നെസ് ആണ്. ഇങ്ങനെയൊക്കെ വേണം സംസാരിക്കാൻ വേണ്ടി. Could you open the door? Could you please open the door? Yes. Could you open the door? ലെനു അയർലൻഡിൽ പോയിട്ട് ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് അവർ ചോദിക്കും. മനസ്സിലായല്ലേ? നമുക്കത് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യും. അവരവർക്ക് നമ്മൾ ഭയങ്കര അഹങ്കാരികളായിരിക്കും, ജാടയാണ്, അഹങ്കാരമാണെന്ന് വിചാരിക്കും. ഇതിനൊക്കെയാണ് ആൾക്കാർ വന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത്, ഈ വലിയ രാജ്യത്തൊക്കെ പോകുന്നവര്. കാരണം അവരെ എല്ലാവരും ചീത്ത വിളിക്കും. നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? ഈ നേഴ്സുമാരൊക്കെ വന്നിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ പേഷ്യൻസ് അവരെ കംപ്ലൈന്റ് ചെയ്യുകയാണ്, ഇയാൾ ഭയങ്കര റൂഡാണ്. പക്ഷെ നമ്മൾ റൂഡായിട്ടല്ല ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ മലയാളം പോലെ ഇംഗ്ലീഷ് പറയുന്നതാണ്. പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ പ്ലീസ് ഒക്കെ ഉപയോഗിക്കണം, പ്ലീസ്, ഗുഡ്, ഗുഡ് ഒക്കെ ഉപയോഗിക്കണം. ലാസ്റ്റ് വൺ. ഞാനൊരു BMW മേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ BMW ഭയങ്കര വിലയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ കുറേ പൈസ ഒക്കെ ചെലവഴിച്ചിട്ട് പിന്നെ ഇവിടെ പോയി ഷോപ്പിൽ പോയി. Okay. ഷോപ്പിൽ പോയിട്ട് ഞാൻ എല്ലാ കുടുക്കയും മഞ്ചി എല്ലാം കൂടെ തല്ലി പൊളിച്ചിട്ട് അവിടെ ഇട്ടിട്ട് എല്ലാം കൂടെ എണ്ണി നോക്കിയപ്പം അവിടുത്തെ മാനേജർ പറഞ്ഞു ഞാനൊരു പഴയ മാരുതി 800 വേണമെങ്കിൽ തരാം. അപ്പൊ പറയാ എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മേടിക്കാമായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ മേടിക്കാമായിരുന്നു. ഐ കുഡ് ഹാവ്, ഇഫ് ഐ ഹാഡ് ദ മണി, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ബോട്ട്, അല്ലേ? ഇഫ് I had the money, I could have bought a BMW. എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ മേടിക്കാമായിരുന്നു. അത് കുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റിയാണ്, മേടിക്കാമായിരുന്നു നമ്മുടെ എബിലിറ്റിയാണ്. മനസ്സിലായോ? Yes. അതുപോലെ ലാസ്റ്റ് വൺ, ഫ്യൂച്ചർ പോസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയും കുഡ് ഉപയോഗിക്കും. ഇപ്പം ഷെൽജ സ്കൂൾ ടീച്ചറാണ്. അപ്പൊ ഷെൽജ ഇങ്ങനെ വഴിക്കടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 പിള്ളേർ അവിടെ നിന്നിട്ട് ഒരു പട്ടിയുടെ വായിൽ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അപ്പൊ ഷെൽജ പറയാ പിള്ളേരെ പട്ടിയുടെ വായി കൈയിടല്ല, അത് വേണേ നിങ്ങളെ കടിക്കാം. ഫ്യൂച്ചർ പോസിബിലിറ്റി. അപ്പൊ എങ്ങനെ പറയും? ഡോണ്ട് പ്ലേ വിത്ത് ഡോഗ്, ഇറ്റ്സ് ബൈറ്റ് യു. ഇറ്റ് വിൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കടിക്കും. ഇറ്റ് കുഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പോസിബിലിറ്റി. അവിടെ ആ ഏജിൽ നിൽക്കല്ലേ? ഏജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏജ്. EDGE. ഏജ്. എഡ്ജ് അല്ല, ഡി സൈലന്റ് ആണ്. FRIDGE എന്തുവാ? RIDGE. ഫ്രിഡ്ജ് അല്ല, ഫ്രിഡ്ജ്. ഡി സൈലന്റ് ആണ്. BRIDGE എന്തുവാ? ബ്രിഡ്ജ്. ബ്രിഡ്ജ് ഇല്ല, ഡി സൈലന്റ് ആണ്. ബ്രിഡ്ജ്. വേജ് എന്ന് പറഞ്ഞാൽ എന്തോ? WEDGE. നമ്മൾ ആപ്പ് കയറ്റത്തില്ലേ? ആപ്പ് കയറ്റി മരം മുറിക്കത്തില്ലേ? അതാണ് വേജ് എന്ന് പറയുന്നത്. വേജ്. വെഡ്ജ് അല്ല. അവിടെ അറ്റത്ത് നിൽക്കല്ലേ, നീ വീഴാം. ഡോണ്ട് സ്റ്റാൻഡ് at the edge, you could fall. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഷെൽജ ഈസ് ഓൾമോസ്റ്റ് ഫോളിങ് അസ്ലീപ്. അത് കേട്ടിട്ട് എനിക്കും ഭയങ്കരമായി ഉറക്കം വരും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഹാസി ടെൻസ് ആണ്. ഹാസി ടെൻസ് അതൊക്കെ പൊട്ടണം. പി ഒക്കെ പറയുമ്പോൾ അങ്ങനെ പൊട്ടണം. ഹാസി ടെൻസ്.
power in this house. Power. Length. Potential. Particularly. Power. 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 pair, പവനായി ശവമായി അതുപോലെയുള്ള പവർ പറയല്ലേ. Power. Okay. pair. Alright. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഓരോ ആൽഫബറ്റ് ABCD നമ്മൾ നോക്കും. നമ്മൾ ഈ പഠിച്ച സാധനം വെച്ചിട്ട് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കും. ഈ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഞാൻ ഈ മലയാളത്തിൽ കേൾക്കുമ്പോൾ ചീത്തയാന്ന് തോന്നും. പക്ഷെ അത് ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ. നീ എന്തോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞേ ആ ഉണ്ടാക്കലല്ലേ അത്. ഓക്കെ, മേക്ക് ആ ഉണ്ടാക്കലാണ് മേക്ക്. ഓക്കെ, സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ടെൻസ് പ്രാക്ടീസ് ചെയ്യുക. Okay. ഓക്കെ, അവൻ ചിരിക്കുന്നു. He laughs. He active tense. He laughs. He laughed. He will laugh. He is laughing. He was laughing. He will be laughing. He has laughed. He had laughed. He will have laughed. He has been laughing. He had been laughing. He will have been laughing. Okay? Passive തന്നെ പാസീവിൽ he is laughed എന്ന് പറയാൻ പാടില്ലല്ലോ. ഈ ആക്റ്റീവിനെ പാസീവ് ആക്കാൻ പറ്റും, പക്ഷെ എല്ലാം ആക്കിയാൽ ഗുണമില്ല. Don't do that. Okay. സോ പാസീവിനെ നമ്മളിപ്പം അവനെ അഡ്മിറ്റ് ആക്കി എന്ന് പറയുമ്പോൾ അത് പറ്റും. ഹി ഈസ് അഡ്മിറ്റഡ്, ഹി വാസ് അഡ്മിറ്റഡ്, ഹി വിൽ ബി അഡ്മിറ്റഡ്. അല്ലെങ്കിൽ അവനെ പ്രൊമോട്ട് ചെയ്തു. ഹി ഈസ് പ്രൊമോട്ടഡ്, ഹി വാസ് പ്രൊമോട്ടഡ്, ഹി വിൽ ബി പ്രൊമോട്ടഡ്. ഹി ഈസ് ബീങ് പ്രൊമോട്ടഡ്, ഹി വാസ് ബീങ് പ്രൊമോട്ടഡ്. ഫ്യൂച്ചറില്ല, ഹി ഹാസ് ബീൻ പ്രൊമോട്ടഡ്, ഹി ഹാവ് ബീൻ പ്രൊമോട്ടഡ്, ഹി വിൽ ഹാവ് ബീൻ പ്രൊമോട്ടഡ്. അത് ഇൻഫോർമൽ വെച്ചിട്ട് ഹി ഗെറ്റ്സ് പ്രൊമോട്ടഡ്, ഹി ഗോട്ട് പ്രൊമോട്ടഡ്, ഹി വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്, ഹി ഈസ് ഗെറ്റിംഗ് പ്രൊമോട്ടഡ്, ഹി വാസ് ഗെറ്റിംഗ് പ്രൊമോട്ടഡ്, ഹി വിൽ ബി ഗെറ്റിംഗ് പ്രൊമോട്ടഡ്. He has got promoted, he had got promoted, he will have got promoted, he has been getting promoted, he had been getting promoted, he will have been getting promoted. All right, guys. So that's it for today. I hope you guys have understood. Implements like perfect answer. yes. All right. So until we see you next time, practice. Subscribe, share, like, all that. So next class will be Monday 8:30 evening. ഉണ്ട്. മൺഡേ ഓഫ്ലൈൻ ക്ലാസ് ഇല്ല. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് മൺഡേ, ഓൺലൈൻ ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ദയവായി മൈ ഹെമ്പിൾ ആൻഡ് സിമ്പിൾ റിക്വസ്റ്റ്, പ്ലീസ് പ്രാക്ടീസ് ടെൻസ് പ്രാക്ടീസ് ചെയ്യുക. Okay. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്കോ ഒന്നും തന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് 1 പേജ്. ആ 1 പേജിൻ്റെ ചെറിയ ടേബിൾ, ആ ചെറിയ സ്പാനർ എന്ന് പറയുന്ന പോലെ ഇതിനെ ആ ചെറിയ സ്പാനറിങ് എടുക്കുന്ന പൈപ്പ് പറയുന്ന പോലെ ആ ചെറിയ ടെൻസ് ഒന്ന് പഠിക്കുക. Okay. ഓക്കെ ഗൈസ്, അപ്പം see you tomorrow. Bye bye. Bye-bye. Good night. Thank you for joining. Good night. Good night. Bye, sir. Bye-bye. Bye, sir. Good night. Bye-bye. Good night, guys.